ധേനുകവധം. വൃന്ദാവനത്തിനടുത്ത് ധേനുകവനം എന്നൊരു സ്ഥലമുണ്ട്. കഴുതയുടെ രൂപമുള്ള ധേനുകൻ എന്ന അസുരനും കൂട്ടുകാരും അവിടെ താമസിക്കുന്നത് കൊണ്ടാണ് ആ വനത്തിന് ധേനുകവനം എന്ന് പേര് കിട്ടിയത്. സുഗന്ധവാഹിനിയായ ധാരാളം പനമ്പഴങ്ങൾ അവിടെ വിളഞ്ഞു നിൽക്കുന്നു. ആ പഴങ്ങൾ തിന്നാൻ മോഹിച്ച് അവിടെ ചെല്ലുന്നവരെ ധേനുകനും ചെങ്ങാതിമാരും പിടിച്ചു തിന്നും. കൃഷ്ണൻ്റെ ചെങ്ങാതിയായ സുദാമാവിന് പനമ്പഴം തിന്നണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായി. എല്ലാവരും കൂടി ധേനുകവനത്തിലേക്ക് യാത്ര തിരിച്ചു. അവർ പനമരങ്ങൾ പിടിച്ചു കുലുക്കിയപ്പോൾ ധാരാളം പഴങ്ങൾ വീണു. കോപന്മാർ ഇഷ്ടം പോലെ പനമ്പഴങ്ങൾ തിന്നു. പിന്നെ കൊണ്ടുപോകാനായി ധാരാളം പഴങ്ങൾ ശേഖരിച്ചു. ഇവരുടെ ബഹളം കേട്ട് ധേനുകനും അനുജന്മാരും അലറിക്കൊണ്ട് അവിടെ എത്തി. എടാ മനുഷ്യന് പുഴുക്കളെ, നിങ്ങൾ മാംസമുള്ള ഇവിടെ വന്നത് നന്നായി. മനുഷ്യമാംസം ധാരാളം ഭക്ഷിക്കാമല്ലോ. ബലരാമൻ ധേനുകനെ വെല്ലുവിളിച്ചു. അവർ തമ്മിൽ ഏറ്റുമുട്ടി. ബലരാമനെ ചവിട്ടി മെതിക്കാൻ വേണ്ടി ധേനുകൻ മുൻകാലുകൾ ഉയർത്തിയപ്പോൾ ബലരാമൻ അവൻ്റെ പിൻകാലുകൾ കൂട്ടിപ്പിടിച്ച് വട്ടത്തിൽ കറക്കിയിട്ട് പനയുടെ ചുവട്ടിലേക്ക് ഊക്കോടെ എറിഞ്ഞു. എറിയിൻ്റെ ശക്തി കൊണ്ട് അവൻ്റെ കഥ കഴിഞ്ഞു. ശരീരം ചതഞ്ഞു നുറുങ്ങി. ഏറുകൊണ്ട പന ഇളകി മറിഞ്ഞു വീണു. ഇത് കണ്ട് അലറി വന്ന ധേനുകൻ്റെ അനുജന്മാരെയും രാമകൃഷ്ണന്മാർ കൈകളിൽ തൂക്കിപ്പിടിച്ച് പനകളിൽ അടിച്ചു കൊന്നു. ഇതോടുകൂടി ആ വനത്തിൽ ആ അസുരനോടുള്ള ഭയം തീർന്നു. ആർക്കു വേണമെങ്കിലും ഇഷ്ടം പോലെ പഴങ്ങൾ പറിച്ചു തിന്നാമെന്നായി.